വയനാട് പുൽപ്പള്ളിയിൽ കത്തിക്കുത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. എരിയപ്പള്ളി ഗാന്ധിനഗറിലെ റിയാസ് ആണ് മരിച്ചത്. സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു. വയനാട്ടിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ, ഇന്നലെ വൈകിട്ടോടുകൂടി ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇയാൾക്ക്. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, ഇന്നലെ രാത്രി 12 മണിയോടെയാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പേ തന്നെ റിയാസ് മരണപ്പെട്ടിട്ടുണ്ട്. ഈ പുൽപ്പള്ളി ഏരിയപ്പള്ളി സ്വദേശിയാണ് റിയാസ്. ഈ പുൽപ്പള്ളി താഴങ്ങാടിൽ ബേവറേജ് ഔട്ട്ലെറ്റ് പരിസരത്തായിരുന്നു ഇന്നലെ രാത്രി ഈ ഒരു ആക്രമണം ഉണ്ടായത്. വാക്കുതർക്കത്തിനിടയിൽ ഒരാൾ കുത്തുകയായിരുന്നെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏഴോളം സ്റ്റിച്ചുകൾ ഇന്നലെ തന്നെ റിയാസിനുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഈ ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഈ ചുരമെല്ലാം പിന്നിട്ട് ഒരുപാട് സമയം വൈകിയതിനാൽ തന്നെ റിയാസ് മരണപ്പെടുകയായിരുന്നു. ഈ റിയാസിനെ കുത്തിയത് മീനങ്കുല്ലി സ്വദേശിയാണെന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ച ഒരു വിവരം. ഈ CCTV അടക്കം കേന്ദ്രീകരിച്ച് പോലീസ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും അവിടെ ആ നാട്ടിൽ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മകനും കൂടിയാണ് റിയാസ്. അപ്പോൾ ഈ രാത്രിയിൽ ഒരുപക്ഷെ ബീവറേജിന് അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കം ഉണ്ടാകുകയും അങ്ങനെ കുത്തിയതാണെന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ച വിവരം. പോലീസ് ഇന്നലെ രാത്രി തന്നെ എത്തി ഈ അവിടെ നിന്ന് അവിടെ പരിശോധനയെല്ലാം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പുൽപ്പള്ളി ഏരിയപ്പള്ളി സ്വദേശി റിയാസ് ഇന്നലെ രാത്രി നടന്ന സംഘർഷത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.